നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഐഫോൺ ഉണ്ടാക്കുന്ന ആപ്പിൾ ഇങ്ക് ഒരു ചെറിയ ഗ്യാരേജിൽ നിന്നാണ് ആരംഭിച്ചതെന്നറിയാമോ? 1976-ൽ 3 സുഹൃത്തുക്കൾ ചേർന്നാണ് ആപ്പിൾ ആരംഭിച്ചത്. അവരാണ് സ്റ്റീവ് ജോബ്സ്, സ്റ്റീവ് വോസ്നിയാക്ക്, കൂടാതെ റൊണാൾഡ് വെയ്ൻ. അവരുടെ ആദ്യ കമ്പ്യൂട്ടറായ ആപ്പിൾ 1 അവർ ഗ്യാരേജിൽ തന്നെ കൈകൊണ്ട് അസംബിൾ ചെയ്ത് വിൽക്കുകയായിരുന്നു. പിന്നീട് പുറത്തിറങ്ങിയ ആപ്പിൾ 2 വലിയ വിജയമായി. ഇതാണ് ആപ്പിളിനെ ടെക് ലോകത്ത് പ്രശസ്തമാക്കിയത്. 1984-ൽ ആപ്പിൾ പുറത്തിറക്കിയത് മാക്കിൻടോഷ് എന്ന കമ്പ്യൂട്ടറായിരുന്നു. മൗസ് ഉപയോഗിച്ച ആദ്യ ജനപ്രിയ പേഴ്സണൽ കമ്പ്യൂട്ടർ ഇതായിരുന്നു. 1985-ൽ സ്റ്റീവ് ജോബ്സ് കമ്പനി വിട്ടു. പക്ഷേ 1997-ൽ അദ്ദേഹം വീണ്ടും ആപ്പിളിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം ആപ്പിൾ പുറത്തിറക്കിയ ഐപോഡ്, ഐഫോൺ, മറ്റും ഐപാഡ് ലോകത്തെ തന്നെ മാറ്റി. ഇന്ന് ആപ്പിൾ ഇങ്ക് ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനികളിൽ ഒന്നാണ്. ഇപ്പോൾ ആപ്പിളിന്റെ CEO ടിം കുക്ക് ആണ്. ഒരു ചെറിയ ഗ്യാരേജിൽ ആരംഭിച്ച കമ്പനി ഇന്ന് $1 ട്രില്യൺ വിലയുള്ള ടെക് സാമ്രാജ്യമായി മാറിയതാണ് ആപ്പിൾ. കൂടുതൽ വീഡിയോസ് നായി അക്കൗണ്ട് ഫോളോ ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ ബ്രാൻഡ് ഏതാണ് എന്നുകൂടെ കമന്റ് ചെയ്യണേ.